രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ഒടുവിൽ മണ്ഡലത്തിൽ വളരെ വലിയ സജീവമായ ഇടപെടലുകൾ നടത്തുകയാണ്. ഇടപെടലുകൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ രാഹുലിന്റെ ഇടപെടലിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ നടത്തുന്ന പല ഇടപെടലുകളുടെയും വാർത്തകളും വിവരങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. പാലക്കാട് ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട്, കണ്ണാടി പഞ്ചായത്തിൽ ഒരു മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിനോടൊപ്പം തന്നെ റോഡ് വികസനത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വികസന പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ സജീവമാകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ വിവാദങ്ങൾക്കൊടുവിൽ ഇങ്ങനെ സജീവമാകുമ്പോൾ അവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയാകുമോ, അതോ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ? ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പാലക്കാട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാൻ, അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസും UDFും തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഇന്നും ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയതിന് ശേഷവും അതിനു മുമ്പും ഒക്കെ പാലക്കാട് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുകയും പുതിയ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് തന്റെ മണ്ഡലമായ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഭവന നിർമ്മാണ പദ്ധതി, അതുപോലെ വിദ്യാഭ്യാസ സഹായ വിതരണങ്ങൾ, അങ്ങനെ തുടങ്ങി അത്തരത്തിലുള്ള പദ്ധതികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, അതല്ലാതെ പൊതുവായിട്ട് നാടിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റോറിയം, അതുപോലെ സ്റ്റേഡിയം, ടൗൺ ഹാള്, റോഡ് വികസനം, ഇത്തരത്തിലുള്ള വിവിധ ഇനം പദ്ധതികളുമായിട്ട് രാഹുൽ മണ്ഡലത്തിൽ സജീവമാവുകയാണ്. ബട്ട് അപ്പോഴും ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. ആ സസ്പെൻഷൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇനി 2026 തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ 2026 ഒരു ഏകദേശം പകുതിയാകുന്നതോടുകൂടി, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു 5-8 മാസത്തിനുള്ളിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ ആണെങ്കിൽ മണ്ഡലത്തിൽ സജീവമാണ് താനും. അങ്ങനെ രാഹുൽ മണ്ഡലത്തിൽ സജീവമായി തൻ്റെ MLA എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തികളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പുറത്താണ്. സസ്പെൻഷനാണ്. അത് എന്നേക്കുമായി പുറത്താക്കിയതല്ല, ബട്ട് സസ്പെൻഷനാണ്. ഈ സസ്പെൻഷൻ കാര്യങ്ങളിലാണെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തുവാൻ ഇന്ന് വരെ കോൺഗ്രസ് നേതൃത്വമോ KPCCയോ AICCയോ ആരും തന്നെ ശ്രമിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയവുമാണ്. അങ്ങനെ ഇരിക്കെ രാഹുൽ ഇങ്ങനെയൊക്കെ പാടുപെട്ടിട്ട് അവസാനം 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റ് നൽകിയില്ലെങ്കിൽ, ഒരു സീറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ പാലക്കാട് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം നൽകിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അയാളുടെ പ്രവർത്തനങ്ങൾ, അയാൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അയാൾ പാർട്ടിയെ ധിക്കരിച്ച് മറ്റൊരു കാര്യങ്ങളിലേക്കും കടക്കാതെ പാർട്ടിയുടെ നടപടികളിലും ഈ അച്ചടക്ക നടപടിയിലും ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും MLA എന്നുള്ള രീതിയിൽ അയാൾ നടത്തുന്നു. MLA എന്നുള്ള രീതിയിൽ പാലക്കാട് ചെയ്യേണ്ടതൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഫേസ്ബുക്കിലൂടെയും അതല്ലാതെ പത്രമാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പാലക്കാട് നടത്തുന്ന ഈ പറയുന്ന വികസന കാര്യങ്ങളുടെ ഓരോ തുടക്കം കുറിക്കലും അതിൻ്റെ ഫണ്ട് അനുവദിക്കലുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും മറ്റ് എല്ലാം വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുലിന് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുമോ, അതോ
അതോ കോൺഗ്രസ് രാഹുലിന് സീറ്റ് നിഷേധിക്കുമോ? ഇനി കോൺഗ്രസ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ പാലക്കാട് ഇത്രയും വർഷമായിട്ട്, അതായത് ഷാഫി പറമ്പിൽ 2.5 അതായത് ഒരു 13 വർഷത്തോളം ഷാഫി പറമ്പിൽ അവിടെ MLA ആയി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ബാക്കിയുള്ള ഒരു 2.5 വർഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ട് നിൽക്കുന്നു. ഇങ്ങനെ 3 തവണയായിട്ട് തുടർച്ചയായി തങ്ങളുടെ കൈകളിലുള്ള പാലക്കാട് നിയോജക മണ്ഡലം ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയാൽ അത് രാഹുലിന്റെ വിജയത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ, പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചു കയറിയത്. അവിടെ രാഹുലിന് അടിപതറുമോ? രാഹുലിന് പാലക്കാട് വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയാക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇപ്പൊ പോകുന്ന അതേ സ്റ്റാൻഡിൽ പോവുകയും ഈ പറയുന്ന സസ്പെൻഷൻ നടപടി പിൻവലിക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിൽ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള ചാൻസ് നൽകാതെ മറ്റാരെങ്കിലും അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ രാഹുൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ഈ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സൂചിപ്പിച്ചതും പിന്നെ കിട്ടുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളും ഇപ്പൊ ചർച്ചകൾ വളരെ പുരോഗമിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഈ 2026 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യത്തിൽ. അതിൽ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നതും ചില പ്രേക്ഷകരൊക്കെ ഉന്നയിക്കുന്നതുമായ കാര്യം, കോൺഗ്രസ് അങ്ങനെ സീറ്റ് നൽകിയില്ലെങ്കിൽ രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കണമെന്നുള്ളതാണ്. ബട്ട് അങ്ങനെ സ്വതന്ത്രനായി പാലക്കാട് കോൺഗ്രസ് നേതൃത്വത്തെയും KPCCയെയും എസ്പെഷ്യലി ഷാഫി പറമ്പിലിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങനെ ഒരു സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചെയ്യുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടും പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി അയാളെ സസ്പെൻഡ് ചെയ്തിട്ടും ഒരു കാര്യങ്ങളിലും പാർട്ടി അയാളെ പ്രതിരോധിക്കാതെ മാറി നിന്നപ്പോഴും ഒരിക്കൽ പോലും രാഹുൽ അദ്ദേഹത്തിന് നീരസമോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു മുറുമുറുപ്പോ അദ്ദേഹം വ്യക്തമാക്കിയതുമില്ല. മറിച്ച് പലരും സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടി വിട്ട് മറുകണ്ഠം ചാടിയവരൊക്കെ പാലക്കാടുണ്ടല്ലോ. പി സരിനെ പോലെയുള്ള അത്തരത്തിലൊരു അതിബുദ്ധി കാണിക്കുവാനോ അയാൾ കോൺഗ്രസിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാളയത്തിൽ ചെന്ന് കയറുവാനോ അയാൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അയാൾ ഇപ്പോഴും പാർട്ടിക്ക് വിധേയനായിക്കൊണ്ട് എല്ലാവിധ പാർട്ടിയുടെ നിർദ്ദേശങ്ങളെയും അനുസരിച്ചു കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാർട്ടി ഇത് ലംഘിച്ചുകൊണ്ട് അയാൾ നിയമസഭയിലെത്തിയില്ലേ എന്ന്. പാർട്ടി അദ്ദേഹത്തിന് അത്തരത്തിലൊരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. നിയമസഭയിലേക്ക് വരരുതെന്നോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നോ അത്തരത്തിലൊരു നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. പാർട്ടിയുടേതായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് അപ്പോഴും രാഹുൽ അങ്ങനെ തയ്യാറാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്രനായിട്ട് പാലക്കാട് മത്സരിക്കാൻ രാഹുൽ തയ്യാറാവില്ല എന്ന് തന്നെയാണ്. ഇനി കോൺഗ്രസ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാതെ മറ്റെവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാക്കുകയാണ്. ബട്ട് കോൺഗ്രസ് എന്താണെങ്കിലും രാഹുലിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സീറ്റ് നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ അത് പാലക്കാട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോഴും മറ്റൊരു കാര്യം കൂടി ചോദ്യമായി ഉയരുന്നുണ്ട്. കാരണം ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മിക്കവാറും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഓൾ ഇൻ ഓൾ അല്ലെങ്കിൽ അതിൻ്റെ മുഖമെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ അതിൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തർക്കമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ അങ്ങനെയാണെങ്കിൽ എവിടെ മത്സരിക്കുമെന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അങ്ങനെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ
കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. രാഹുലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമോ, അതോ അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ, അതല്ല പാലക്കാട്ട് നിന്ന് മാറി മറ്റെവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകുമോ? ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമായി തുടങ്ങുന്നുണ്ട്. അപ്പോഴും രാഹുലിനെ പിന്തുണക്കുന്നവരും രാഹുൽ വരണമെന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നതുമായ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോഴും രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ കേസ് കോൺഗ്രസ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ സ്വതന്ത്രനായിട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരും ധാരാളമുണ്ട് എന്നുള്ളതാണ്.